എക്സർസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഇന്റിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM into HCF is equal to product of two numbers. ഈ രണ്ട് നമ്പറിന്റെ LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. അതിനുശേഷം ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് ആണ് ഈ രണ്ട് നമ്പർ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പ്രൂവ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് ഓരോ നമ്പറായി ഫാക്ടറൈസ് ചെയ്യാം. 26നെ ഫാക്ടറൈസ് ചെയ്യുന്നു 213. അപ്പൊ നമുക്ക് 26നെ ഇങ്ങനെ എഴുതാം: 26 is equal to 2 into 13. ഇതിനെ വേണമെങ്കിൽ ട്രീ ഡയഗ്രാം വരച്ച് അതിൽ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ, സിമ്പിൾ ഫാക്ടറൈസേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. 91നെ ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, 3 കൊണ്ട് കഴിയില്ല, 4 കൊണ്ട്, 5, 6, 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് 13. അങ്ങനെയാണെങ്കിൽ നമുക്ക് 91നെ ഇങ്ങനെ എഴുതാം: 7 into 13. ഫസ്റ്റ് നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM ഓഫ് 26 and 91 is equal to. LCM കണ്ടുപിടിക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ഒരു തവണ എഴുതിയാൽ മതിയാകും. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 13 രണ്ട് നമ്പറിലുണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യം 13 എഴുതുന്നു. ലെഫ്റ്റ് ഓവർ നമ്പർ 2ഉം 7ഉം ആണ്. ആ ലെഫ്റ്റ് ഓവർ നമ്പേഴ്സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനായി ഇവിടെ എഴുതേണ്ടതാണ് 2 into 7. ഇനി ഇവിടെ 13 into 2 into 7 which is 14. ഈ രണ്ട് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്യാം which is equal to 182. അപ്പോ LCM നമ്മൾ കണ്ടുപിടിച്ചു 182. അടുത്തതിൽ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF is equal to ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. രണ്ടിലും കോമൺ ആയി വരുന്ന ഹയസ്റ്റ് ഫാക്ടർ. അപ്പൊ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അതിനെ നമുക്ക് എഴുതി വെക്കാം 13. അപ്പൊ LCM നമ്മൾ കണ്ടുപിടിച്ചു which is 182 and HCF is equal to 13. അങ്ങനെയാണെങ്കിൽ LCM ഉം HCF ഉം തമ്മിലുള്ള പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. LCM into HCF is equal to LCM which is 182 into 13 is equal to രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് 2366. ഇനി നമുക്ക് ഈ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് 26 into 91 is equal to രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 2366 തന്നെയാണ്. അപ്പൊ ഇവിടെ LCM into HCF പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: therefore LCM into HCF is equal to product of numbers. Second question, 510 and 92. 510നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 510 divided by 2 which is 255. വീണ്ടും ഡിവൈഡഡ് ബൈ 5 ആണ്. ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, 51 എന്ന ആൻസർ കിട്ടും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് 5 plus 1 is 6. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ ഈസ് 17. 17 ഒരു പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് അവിടെ ഫാക്ടറൈസേഷൻ സ്റ്റോപ്പ് ആകുന്നു. ഫാക്ടേഴ്സിനെ നമുക്ക് എടുത്തെഴുതാം: 2 into 5 into 3 into 17. നെക്സ്റ്റ് നമ്പർ ഈസ് 92. 92നെ ഫാക്ടറൈസ് ചെയ്യാം. 92 ഡിവൈഡഡ് ബൈ 2 46. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം which is 23. 23 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി ഇതിനെ ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല, അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം: 2 into 2 into 23. ഫസ്റ്റ് നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM is equal to ഇവിടെ 2 രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. ആ രണ്ട് നമ്പറിൽ നിന്ന് ഒരു 2നെ എഴുതുക ഇൻറ്റു. പിന്നീട് ഇവിടെ രണ്ട് ഫാക്ടേഴ്സിലും കോമൺ ആയി ഒരു നമ്പറും ഇല്ല, അതുകൊണ്ട് ലെഫ്റ്റ് ഓവർ നമ്പറുകൾ എല്ലാം എഴുതേണ്ടി വരും. 5 into 3 into 17 into ഈ ഒരു 2 into 23. ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ഈസ് 23,460. ഇനി നമുക്ക് HCF കണ്ടുപിടിക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ടിലും കോമൺ ആയി വരുന്ന ഫാക്ടർ 2 മാത്രമേ ഉള്ളൂ രണ്ടിലും കോമൺ ആയി വരുന്നത്, അതുകൊണ്ട് HCF is equal to 2 എന്ന് നമുക്ക് എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ രണ്ടിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. LCM into HCF is equal to 23,460 into 2 is equal to 46,920. അടുത്തതിൽ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, that is 510 into 92 which is multiply ചെയ്താൽ കിട്ടുന്ന ആൻസർ 46,920 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി വെക്കാം: therefore LCM into HCF is equal to product of numbers.
തേർഡ് ക്വസ്റ്റ്യൻ 336 ആൻഡ് 54. 336നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 336 ഡിവൈഡഡ് ബൈ 2 168, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 84, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 42, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7. ഫാക്ടേഴ്സ് എഴുതി വെക്കാം. 2 into 2 into 2 into 2 into 3 into 7. നെക്സ്റ്റ് നമ്പർ 54 ആണ്. ഈസ് ഈക്വൽ ടു 54നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 27 3 9 3 3. ഫാക്ടേഴ്സ് ആർ 2 into 3 into 3 into 3. LCM എഴുതാം. LCM ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. രണ്ട് 2ൽ നിന്ന് ഒരു 2നെ എഴുതാം. ഇൻറ്റു ഇവിടെ പിന്നീട് 2 ഇല്ല, കോമൺ ആയി 2 ഇല്ല, അതുകൊണ്ട് ഈ 3 2ഉം നമുക്ക് അടുപ്പിച്ചെന്ന് എഴുതാം. 2 into 2 into 2. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. രണ്ട് 3ക്കും വേണ്ടി ഒരു 3 എഴുതുന്നു. ഇൻറ്റു ഇവിടെയുള്ള ഈ ഒരു 7, ഇവിടെ പിന്നീട് ലെഫ്റ്റ് വിത്ത് 2 3s ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് 3024. HCF കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. രണ്ട് 2ൽ നിന്ന് ഒരു 2നെ എഴുതാം. പിന്നീട് ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഈ രണ്ട് 3ൽ നിന്ന് ഒരു 3 എഴുതുന്നു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 6 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. LCM into HCF is equal to 3024 into 6, which is 18,144. അടുത്തതിൽ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. 336 into 54 is equal to സെയിം ആൻസർ തന്നെ കിട്ടും, 18,144. Therefore, final answer എഴുതി വെക്കാം. LCM into HCF is equal to product of numbers. Third question, there are 3 questions. Question ഇങ്ങനെയാണ്. Find the LCM and HCF of the following integers by applying the prime factorization method. ഇവിടെ LCM ഉം HCF ഉം തമ്മിലുള്ള പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. LCM ഉം HCF ഉം മാത്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 numbers are given, 12, 15 and 21. ഓരോ നമ്പറിനെയും നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 12 is equal to, 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. 2 6 2 and 3. നമുക്ക് എഴുതാം 2 into 2 into 3. നെക്സ്റ്റ് നമ്പർ ഈസ് 15. 15 എന്ന് പറയുന്നത് 3 into 5 only. 21നെ നമുക്ക് എഴുതാം 3 into 7. അപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി നമുക്ക് LCM എഴുതാം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഇവിടെ 3ലും കോമൺ ആയി 3 ഉള്ളത് കൊണ്ട് ഒരു തവണ 3 എഴുതുന്നു. പിന്നീട് ഇവിടെ ലെഫ്റ്റ് വിത്ത് 2 times 2 is there. ഇവിടെ 5, ഇവിടെ 7. അപ്പൊ 3ലും കോമൺ ആയിട്ടുള്ള 3 ഒരു പ്രാവശ്യമേ എഴുതാവൂ, ബാക്കിയുള്ള എല്ലാ നമ്പറും എഴുതുക. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ ഈസ് 420. HCF കണ്ടുപിടിക്കാം. HCF is equal to, 3ലും കോമൺ ആയി ഒരു നമ്പറേ ഉള്ളൂ 3, which is the HCF of 12, 15 and 21. സെക്കൻഡ് ക്വസ്റ്റ്യൻ 17, 23 and 29. നമുക്ക് ഈ നമ്പറിനെ എഴുതിയാൽ 17 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 17നെ 1 into 17 എന്ന് മാത്രമേ എഴുതാൻ കഴിയൂ. 23 is also a prime number which can be written 1 into 23. 29 is also a prime number 1 into 29. Therefore, LCM is equal to, ഇവിടെ 1 കോമൺ ആണ്, അതിനെ എഴുതിയാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി സെയിം. അതുകൊണ്ട് ഇവിടെ LCMന് വേണ്ടി ബാക്കിയുള്ള 3 നമ്പറിനെ എഴുതാം. 17 into 23 into 29, which is equal to 11,339. അങ്ങനെയാണെങ്കിൽ HCF എഴുതാം. HCF ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു നമ്പറേ ഉള്ളൂ, which is 1. അതുകൊണ്ട് ഈ 3 നമ്പറിന്റെ 17, 23, 29 ഈ 3 നമ്പറിന്റെ HCF 1 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ 8, 9, 25. 8നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2 into 2 into 2 എന്ന് എഴുതാം. 9നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ അതിനെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. 25 5 into 5. ഈ 3 നമ്പറിലും കോമൺ ആയി ഒരു നമ്പർ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് LCM എഴുതാം, which is equal to, കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ നമ്പറും എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 2 into 2 into 2 into 3 into 3 into 5 into 5, which is equal to 1800. HCF is equal to, ഇവിടെ ഒരു കോമൺ നമ്പർ പോലും, ഒരു കോമൺ ഫാക്ടർ പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ into 1 എന്ന് എഴുതാം. into 1 into 1. അങ്ങനെ ഒരു നമ്പറും കോമൺ ആയിട്ട് ഇല്ലാത്തടത്ത്
HCF 1 ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ ദാറ്റ് HCF ഓഫ് 306 ആൻഡ് 657 ഈസ് 9. ഫൈൻഡ് ദ LCM. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും LCM-ഉം HCF-ന്റെയും പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ LCM നമുക്ക് അറിയത്തില്ല, വിച്ച് ഈസ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ LCM-നെ LCM എന്ന് തന്നെ എഴുതാം. ഇൻറ്റു HCF is given 9 is equal to product of numbers which is 306 into 657. Therefore, LCM is equal to 306 into 657 divided by 9 is equal to 306 9 കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്റർ 1 ആയിരിക്കും. ഇവിടെ 34 എന്ന ആൻസർ കിട്ടും. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 34 into 657 which is 22,338. അപ്പൊ നമ്മൾ LCM കണ്ടുപിടിച്ചു. അപ്പൊ ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. LCM into HCF is equal to product of numbers. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് അല്ലെങ്കിൽ 2 നമ്പറും തന്ന് HCF തന്നാൽ നമ്മൾ LCM കണ്ടുപിടിച്ചതുപോലെ തന്നെ HCF LCM-ഉം തന്നിട്ട് ഒരു നമ്പർ തന്ന് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇവിടെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു പോർഷനിൽ നിന്ന്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് കാണുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.